കാലത്തെ വെളിയിൽ നോക്കിയപ്പോൾ നല്ല വെളിച്ചം. എടാ നേരത്തെ നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നേരം വെളുത്തല്ല ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആയെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. എന്തായാലും ഇന്ന് ആദ്യം സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റഡി ലീവാണ്, അവനെ നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് അച്ഛനും മോനും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് വേഗം ചായയൊക്കെ ഉണ്ടാക്കി അവരെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആദ്യ കുട്ടുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവന് കോഫിയൊക്കെ എടുത്ത് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ആദ്യ കുട്ടി എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞ് വേഗം നമ്മുടെ രാവിലത്തെ എളുപ്പ പണിയൊക്കെ തീർത്ത് രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞ് വേഗം അജുവേട്ടനോട് വിളിച്ചുണർത്തി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഓൾറെഡി എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചോറും കൂടെ വെക്കാന്ന് വെച്ചിട്ട് ഇന്ന് കുറച്ച് ചോറ് കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം അതെന്താണെന്നുള്ളത് നമുക്ക് വൈകുന്നേരം മനസ്സിലാവും. നെക്സ്റ്റ് വീഡിയോ നമ്മൾ വൈകുന്നേരം ഇടുന്ന സമയത്തുള്ള വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ചായയൊക്കെ എടുത്തു. നല്ല അടിപൊളി ഇഞ്ചി ചായ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തൊണ്ടവേനയും തലവേനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല അടിപൊളി ഇഞ്ചി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അജുവേട്ടൻ എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അജുവേട്ടൻ നല്ല അടിപൊളി പാവഭാജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇടുന്ന ഒരുപാട് ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ അതെന്തായാലും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. നല്ല അടിപൊളി പാവഭാജിയും അതേപോലെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പാവും കൂടെ ആയിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ എടുത്ത് വെട്ടി മുണിങ്ങിയ ശേഷം വേഗം വന്നിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചു അയ്യോ ചോറ് പാർത്തില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. പിന്നെ അജുവേട്ടനും അതുകൊണ്ടും പറഞ്ഞു എന്തായാലും ഇന്ന് ചോറ് കൊണ്ടുണ്ട് പാവഭാജി കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വെച്ചാൽ പാവഭാജി ആയിക്കോട്ടെ, അജുവേട്ടൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഉണ്ടാക്കി തന്നല്ലേ. അപ്പോൾ എന്തായാലും പാവഭാജി ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ചോറ് നല്ല അടിപൊളി പാവഭാജിയൊക്കെ ആയതുകൊണ്ട് തന്നെ ചോറ് പിന്നെ അത്രയ്ക്ക് നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനമല്ലേ. അതുകൊണ്ട് ഞാൻ ചോറ് വേഗം അവർക്കുള്ളത് വാർത്ത് ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ പോയി റെഡിയാവാൻ പോയി കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ബദാമിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ബദാം എടുത്ത് കഴിച്ചു, പ്ലസ് വേഗം ഭക്ഷണം കൂടെ കഴിച്ച് റെഡി ആയിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. വീഡിയോ കണ്ട് സപ്പോർട്ടും താങ്ക് യു, ബൈ.